വിഷുക്കണി എങ്ങനെ ഒരുക്കാം? കണിയൊരുക്കുന്നതിന് കൃത്യമായ ചിട്ടകളുണ്ട്. പ്രാദേശികമായി ചില ഭേദഗതികൾ ഉണ്ടാകാം. ഓരോ വസ്തുവും സത്വരജ തമോ ഗുണമുള്ളവയാണ്. കണിയൊരുക്കുവാൻ സത്വഗുണമുള്ളവയെ പരിഗണിക്കാവൂ. തേച്ച് വൃത്തിയാക്കിയ നിലവിളക്ക് ഉപയോഗിക്കാവൂ. ഓട്ടുരുളിയിൽ കണിയൊരുക്കണം. ഉരുളി തേച്ച് വൃത്തിയാക്കണം. ഉണക്കലരിയും നെല്ലും ചേർത്ത് പകുതിയോളം നിറയ്ക്കുക. ഇതിൽ നാളികേരമുറി വയ്ക്കണം. നാളികേരമുറിയിൽ എണ്ണ നിറച്ച് തിരിയിട്ട് കത്തിക്കുന്ന പതിവ് ചിലയിടങ്ങളിൽ ഉണ്ട്. സ്വർണ്ണവർണ്ണ നിറത്തിലുള്ള കണിവെള്ളരി ഇതിനൊപ്പം വയ്ക്കണം. ചക്ക, മാങ്ങ, കദളിപ്പഴം എന്നിവയാണ് പിന്നീട് വയ്ക്കേണ്ടത്. ചക്ക ഗണപതിയുടെ ഇഷ്ടഭക്ഷണമാണെന്ന് വിശ്വാസം. മാങ്ങ സുബ്രഹ്മണ്യനും കദളിപ്പഴം ഉണ്ണിക്കണ്ണനും പ്രിയമാണ്. ഇത്രയുമായാൽ വാൽക്കണ്ണാടി വയ്ക്കാം. ഭഗവതിയുടെ സ്ഥാനമാണ് വാൽക്കണ്ണാടിക്ക്. കണിക്കൊപ്പം സ്വന്തം മുഖവും കണ്ടുണരാൻ കൂടിയാണിത്. ദൈവത്തിനൊപ്പം സ്വത്വവും അറിയുക എന്നും സങ്കല്പമുണ്ട്. കൃഷ്ണവിഗ്രഹം ഇതിനടുത്ത് വയ്ക്കാം. എന്നാൽ ദീപപ്രഭ മൂലമുള്ള ഒരു നിഴലും വിഗ്രഹത്തിൽ പതിക്കരുത്. തൊട്ടടുത്ത താലത്തിൽ കോടിമുണ്ടും ഗ്രന്ഥവും നാണയത്തുട്ടുകളും സ്വർണവും വയ്ക്കണം. കുങ്കുമച്ചെപ്പും കൺമഷിക്കൂട്ടും ഇതിനൊപ്പം വയ്ക്കുന്നവരുണ്ട്. നാണയത്തുട്ടുകൾ വെറ്റിലയ്ക്കും പാക്കിനുമൊപ്പം വേണം വയ്ക്കാൻ. ലക്ഷ്മി ദേവിയുടെ പ്രതീകമാണ് സ്വർണവും നാണയങ്ങളും. ഗ്രന്ഥം സരസ്വതിയെ കുറിക്കുന്നു. പച്ചക്കറി വിത്തുകൾ വയ്ക്കുന്നതും നല്ലതാണ്. കണി കണ്ട ശേഷം ഈ വിത്തുകൾ വിതയ്ക്കുന്ന പതിവ് ചിലയിടങ്ങളിൽ ഇപ്പോഴുമുണ്ട്. ഓട്ടുകിണ്ടിയിൽ വെള്ളം നിറച്ചു വെക്കണം. ജീവന്റെയും പ്രപഞ്ചത്തിന്റെയും ആധാരമായ ജലം കണ്ണിൽ തൊട്ട ശേഷമാവണം കണി കാണേണ്ടത്. വിഷുക്കണിക്ക് ഒരുക്കേണ്ട ദ്രവ്യങ്ങൾ: 1 നിലവിളക്ക്, 2 ഓട്ടുരുളി, 3 ഉണക്കലരി, 4 നെല്ല്, 5 നാളികേരം, 6 സ്വർണ്ണ നിറമുള്ള കണിവെള്ളരി, 7 ചക്ക, 8 മാങ്ങ മാമ്പഴം, 9 കദളിപ്പഴം, 10 വാൽക്കണ്ണാടി അല്ലെങ്കിൽ ആറന്മുള ലോഹക്കണ്ണാടി, 11 കൃഷ്ണവിഗ്രഹം, 12 കണിക്കൊന്നപ്പൂവ്, 13 എള്ളെണ്ണ, 14 തിരി, 15 കോടിമുണ്ട്, 16 ഗ്രന്ഥം, 17 നാണയങ്ങൾ, 18 സ്വർണം, 19 കുങ്കുമം, 20 കൺമഷി, 21 വെറ്റില, 22 അടയ്ക്ക, 23 ഓട്ടുകിണ്ടി, 24 വെള്ളം. എല്ലാവർക്കും വിഷുദിനാശംസകൾ.